വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പടക്കുതിര സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റേത് മാത്രമായ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അജു വർഗീസ്, സിജ റോസ്, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, രഞ്ജി പണിക്കർ, ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ ഇവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ കുറച്ച് കഥാപാത്രങ്ങളുമുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സാലോൺ സൈമണാണ്. തുറന്ന് പറയാതിരിക്കാൻ വയ്യ, ഒരു ഉണങ്ങിയ ഡയറക്ഷൻ. അതേപോലെ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ദീപു എസ് നായർ ആൻഡ് സന്ദീപ് സദാനന്ദൻ. ഒരു ചത്ത കഥ. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ശരിക്ക് 2 മണിക്കൂറാണ് സിനിമയുള്ളത്. അതിൻ്റെ 1.5 മണിക്കൂറോളം ഒരു തണുത്ത് അവിഞ്ഞ ചത്ത കഥയായിട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഇൻട്രസ്റ്റിങ്ങും ഇല്ല, ഒരു ത്രില്ലിങ്ങും ഇല്ലാത്ത ഒരു പടം. സഹിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അവസാനം വരെയും അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ അതിന് ശേഷം 1/2 മണിക്കൂർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതിൽ അജു വർഗീസ് ആണ് ഹീറോ എന്ന് മനസ്സിലായപ്പോൾ തുടക്കത്തിൽ തന്നെ മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ അജു വർഗീസ് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, ഹീറോ അല്ലേ എന്ന്. ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയിലുള്ള ആ അഭിനയം തന്നെ ഈ സിനിമയിലുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങേരുടെ ആ അഭിനയത്തിനനുസരിച്ചുള്ള ഒരു ചത്ത കഥയായതുകൊണ്ട് അങ്ങേരെ തന്നെ ഹീറോ ആയിട്ട് വെച്ചേക്കാം എന്ന് കരുതി ഹീറോ വേഷം കൊടുത്തതെന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ അവസ്ഥയുള്ളത്. ഇതിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു സുഖവുമില്ല. അതേപോലെ ഈ സിനിമയുടെ മ്യൂസിക് ചില സ്ഥലങ്ങളിൽ നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി സമയമൊക്കെ ആ ഡയലോഗ് പറയുമ്പോഴും സിനിമ പുരോഗമിക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്യൂണെങ്കിലും കൊടുക്കണ്ടേ? ഒന്നുമില്ല. സൗണ്ടും വളരെ കുറവായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഞാൻ കണ്ട തിയേറ്ററിലെ ആ ഒരു അവസ്ഥ ആണോ അറിയില്ല. അങ്ങനെയല്ല, ഞാൻ കാണുന്ന ആ തിയേറ്ററിൽ അങ്ങനെയല്ല സാധാരണ അവസ്ഥ. പക്ഷേ ഇതിൽ സൗണ്ടും അത്ര പോരാ. പിന്നെ ചില സീനുകളിലൊക്കെ ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് വന്നിട്ടുണ്ട്. അതേ, എന്തിനാണ് ഈ സിനിമയിൽ ആ വേഷം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല. അങ്ങേർക്കൊരു കാര്യം ചെയ്ത ശേഷം അങ്ങേര് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ തുറിച്ച് അജു വർഗീസിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ര നേരം എന്തിനാ നോക്കുന്നത്? ആ നോട്ടത്തിൻ്റെ കാര്യം അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് പെട്ടെന്ന് കാണിച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ട് അടുത്ത ഭാഗം ജോയിൻറ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് തോന്നുന്നത് സുരാജ് വെഞ്ഞാറമൂട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, ക്യാമറ ഓഫാക്കി, ഞാൻ കുറേ നേരമായി തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് തന്നെ കണ്ണ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്ര നേരം നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പല സ്ഥലങ്ങളിലും കഥാപാത്രങ്ങളൊക്കെ അവർക്ക് പറയാനുള്ള ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം അങ്ങനെ അവർ വെറുതെ നിൽക്കില്ലേ, ആ സമയത്ത് അങ്ങനെ ആ ഭാഗം കാണിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, ആ ഭാഗം കട്ട് ചെയ്ത് കളയാമല്ലോ. അതില്ലാതെ ഇന്ദ്രൻ സേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും കുറച്ച് നേരം വെറുതെ ക്യാമറ അങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാമായിരുന്നു. എഡിറ്റിങ്ങിലും ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു പാട്ട് കാണിക്കുന്നുണ്ട്. അതേ സഹിച്ചിരിക്കാൻ പറ്റുന്നില്ല. സിനിമയുടെ ആ മുന്നോട്ടുള്ള ആ പാട്ട് എന്തിനാ അവർ വെച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഇതിൽ കുറേ കോമഡികളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഇങ്ങനെ ഒരു ഉറങ്ങിയ അവസ്ഥയിൽ പോകുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? സഹിച്ചിരുന്ന് കാണാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോമഡിക്ക് എനിക്ക് ചിരിക്കാനൊന്നും പറ്റിയില്ല. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ട, അത് അവരുടെ ഒരു ചിന്തയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ സിനിമ ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. അജു വർഗീസിന് ഈ സിനിമയിൽ ഒരു തെളിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ തെളിവ് പ്രസ് മീറ്റിങ്ങിൽ അദ്ദേഹം അവതരിപ്പിക്കാൻ അങ്ങനെ കാര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതങ്ങേരുടെ കയ്യിൽ കിട്ടിയ ശേഷം ആ പ്രസ് മീറ്റിങ്ങിൽ എത്തുന്നവരെയും അദ്ദേഹം അത് തുറന്നേ നോക്കിയിട്ടില്ല പോലും. ഇത് എവിടുത്തെ ലോജിക്കാണ്? എന്നിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പ്രസ് മീറ്റിങ്ങിൽ വെച്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ലോജിക്ക് വേണ്ടേ? ആരുടെ കയ്യിൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് താൻ തെളിവായിട്ട് പറയുന്ന സമയത്ത് അത് തുറന്നു നോക്കി അത് എന്താണ് സംഭവം എന്നൊക്കെ നോക്കില്ലേ? അതൊന്നുമില്ല. അതിനിടയ്ക്ക് ഒരു കരാട്ടെ അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അജു വർഗീസ് അവർക്ക് ഹൂസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തോ അവരുടെ ഒരു നേതാവ് പോലെ അവരും ഹൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരെ വെറുതെ ആ ഒരു സീനിന് വേണ്ടിയിട്ട്, ഒപ്പിക്കൽസിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഒപ്പിക്കൽസ് കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ആ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ 1/2 മണിക്കൂർ ഭാഗം അതിൽ ഈ സിനിമയിൽ ഒരു വട്ട് കേസൊക്കെ ഉണ്ട്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല.
അപ്പോൾ ഈ വട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് സിനിമ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് അതേപോലെ ഒരു കുറ്റാന്വേഷണമൊക്കെ ആയിട്ടാണ് ആ അരമണിക്കൂർ പുരോഗമിക്കുന്നത്. അത് കുറച്ച് കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടുന്ന് അങ്ങോട്ട് മാത്രമാണ് സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ളത്. അപ്പോൾ ഈ 1.5 മണിക്കൂർ അങ്ങനെ സഹിച്ചിരുന്ന് കണ്ടപ്പോൾ ആ കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു സുഖമായിട്ട് തോന്നിയില്ല. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ല കേട്ടോ, അതിനും താഴെ, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ പോരാ, എനിക്കിഷ്ടമായില്ല. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു പണി കൊടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലാണ് സിനിമ പോയിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളെ ചത്ത് ചുണ്ണാമ്പായിട്ട് ആകെ ഒരു ത്രില്ലിങ്ങും പ്രതീക്ഷയും ഇല്ലാതെ ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടു. ഇനി പ്രധാനമന്ത്രിക്ക്